സഹൃദയ കലാസ്നേഹികളെ പേടിക്കണ്ട, എൻ്റെ മുഖം കാണിച്ചുള്ള വീഡിയോ ഒന്നുമല്ല. വീഡിയോ ചെയ്യാൻ മുഖം കാണിക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ പുതിയ യൂട്യൂബ് പോളിസി വെച്ചിട്ട് വേറെ വഴിയൊന്നുമില്ല. മുഖം അവിടെ എവിടെയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ചാനലിൻ്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. ഇതുപോലും ഉറപ്പില്ല. അപ്പം നിങ്ങളടുത്ത് ഈ കാര്യം തുറന്നു പറഞ്ഞുകൊണ്ടൊരു ഇൻ്റർവ്യൂവിലെങ്കിലും ഞാൻ വന്നുകൊണ്ട് എൻ്റെ മുഖം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് ക്ഷമിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയും അപേക്ഷിക്കുകയുമാണ് സുഹൃത്തുക്കളെ. സോ ചാനലിൻ്റെ നിലനിൽപ്പിനെ പ്രമാണിച്ച് ദയവായി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു റോസ്റ്റ് അല്ല, ഒരു നട്ട്ഷെൽ വീഡിയോ ആണ്. ഇതൊരു ചെറിയ സിനിമയാണ്, അതിനാൽ തന്നെ നോ ഹേറ്റ്. സിനിമയുടെ ആരംഭം കോഴിക്കോടാണ്. ടൈറ്റിൽ കാണിക്കവേ പഴയ മാപ്പിളപ്പാട്ടിന്റെ പാരമ്പര്യം മുഴുവൻ കോഴിക്കോടാണ് അത്രേ. ഇതിന്റെ എല്ലാം എപ്പിക് സെന്ററായി കോഴിക്കോടും അനുബന്ധ പ്രദേശങ്ങളും നിലകൊണ്ടു. എന്നാൽ സിനിമയിൽ അതിന് മോദിയും കൊതിയും തമ്മിലുള്ള അസംബന്ധ ബന്ധം പോലും ഇല്ല. സോ നമ്മുടെ നായകൻ ഒരു സിനിമാ മോഹിയായ ആൽബം ഡയറക്ടറാണ്. നായകന്റെ കൂട്ടുകാരൻ റൈറ്റ് ഹാൻഡ്. ആൽബം പിടുത്തവും പടം പിടുത്തവും ഒക്കെ ആണെങ്കിലും വ്യത്യസ്തനായ ബാർബറെ പോലെ. പാർട്ണർഷിപ്പിൽ ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് സജിയെ പോലെ. പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ലാത്തോണ്ട് മാനസിക സുഖം കിട്ടാൻ പുള്ളി മലയാളത്തിലെ ഷെർലക് വീടിനെ വിളിച്ച് വിപണിയിലെ വില ഇടിഞ്ഞോ എന്നൊക്കെ ചോദിക്കും. മാത്രവുമല്ല, കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബാല്യമാണ് പയ്യനുള്ളത്. മുട്ടി നിന്ന മാടിന് പുല്ലു തിന്നും സ്രാവ് മതി എന്ന് കേട്ടിട്ടില്ലേ? അല്ല, അങ്ങനെ കേൾക്കാൻ വഴിയില്ല. എനിവേ പുള്ളി അനായാസമായി അപ്പുറത്തുള്ള അങ്കിളിനെ മുതൽ ആ മലമ്പ്രദേശത്തെ മാട്രിമോണിയിലെ എല്ലാ പെണ്ണുങ്ങളെയും കല്യാണം നടക്കാൻ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്ത് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറയുന്ന ഓട്ടോമാറ്റിക് റോബോട്ടിനെ വരെ ചിലപ്പോൾ സെറ്റ് ചെയ്യാൻ നോക്കും. ലക്ഷ്മിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. മാരീഡ് ആണോ? ഇയാളുടെ കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, നോക്കുന്നുണ്ട്. ഞാനും നോക്കുന്നുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇതുവരെ ചെയ്യാത്ത നല്ല ഫ്രഷ് കഥാപാത്രം പറയാതിരിക്കാൻ വയ്യ. സോ ഇനി ഈ ഇരിക്കുന്ന പിള്ളേരിൽ ഒരുവൻ മിന്നൽ മുരളി കണ്ട് പ്രാന്തായവനാണ്. ഇവന്റെ ആഗ്രഹപ്രകാരം ചെറുതിലെ തന്നെ വളർന്ന് മുതിർന്നവരായ കുറച്ച് കൊച്ചു കിളവന്മാരുടെ ഉപദേശപ്രകാരം 81-ലോ 82-ലോ ആണ് ഇന്ത്യാന ജോൺസ് എന്ന സിനിമ റിലീസ് ആവുന്നത്. 89-ല് അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വേർഷൻ 3 കുട്ടികൾ ചേർന്ന് ചെയ്തിരുന്നു. അവരുടെ അവൈലബിൾ ആയ സാധനങ്ങൾ വെച്ച് നമ്മളെപ്പോലുള്ള 3 കുട്ടികൾ. നല്ല പക്വതയുള്ള 12 വയസ്സുകാരനല്ലേ, അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 14. നമുക്കൊക്കെ ഈ പ്രായമായിട്ടും ഇപ്പോഴും പക്വതയൊന്നും വന്നിട്ടില്ല. ഒരു സംസാരത്തിൽ ഒരു ഇതുണ്ടല്ലേ അല്ലേ? കാര്യം എന്തായാലും ചെറുക്കന്മാരുടെ അഭിനയം നല്ലതാ. സംഭവം ഈ കുരുപ്പിന് മിന്നൽ മുരളിയോട് ഒരു സിംബോളിക് പ്രേമം വരാൻ ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവനൊരു തന്തയുണ്ടായിരുന്നു ഗൈസ്. നല്ല സ്നേഹമുള്ള ഒരു പിതാവ്. അയാളുമായി ഒടുക്കം കണ്ട പടം ഇതാണത്ര. ശേഷം പുള്ളി ഒരു അപകടത്തിൽ മറുകയാ ഹൊകയാ ആയിപ്പോയി. പടത്തിൽ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടൊക്കെ വേണ്ടേ, അതിനാൽ വലത്തൂന്ന് ജപിച്ചുണ്ടാക്കിയ ഒരു കള്ള കഥയാണ് ഈ ദന്ത കഥ. അങ്ങനെ അവർ ചെറുക്കിന്റെ വിഷമം മാറ്റി അവനെ ഡിപ്രഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കണ്ടുപിടിക്കുന്ന ഐഡിയ ആണ് എ മിന്നൽ മുരളി ഇൻസ്പയർഡ് മൂവി. ഐഡിയ ഒക്കെ നല്ല തന്നെ, പക്ഷെ ഇവിടെ അച്ഛൻ മരിച്ചതിന് അമ്മ തല്ലിയതിനൊക്കെ സിനിമ ഇടയ്ക്ക് ഇറങ്ങിയ. കേരളത്തിലുള്ള 30 കോടിക്ക് 33 കോടി 3 കോടി അല്ല എത്രയെങ്കിലും ആകട്ടെ, അതിന്റെ പകുതിയെങ്കിലും സിനിമക്കാരായനെ. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിക്കാനും സിനിമ എടുക്കാനും അവർ കണ്ടെത്തുന്ന ക്രിസ്റ്റഫർ കള്ളനാണ് ദേ സാധൻ. തികഞ്ഞ സിനിഫിലെ അദ്ദേഹം ആപ്പ സിനിമയൊന്നും എടുക്കാൻ പിള്ളേരോട് വഴങ്ങൂല. പക്ഷെ ഒരു തന്ത്രം എന്ന നിലയ്ക്ക് പിള്ളേർ കുറച്ച് ക്യാഷ് എറിഞ്ഞ് ഇവനെ വളയ്ക്കാൻ തുടങ്ങി. ഞങ്ങള് മാമനൊരു 2500 രൂപ വരും. അതിച്ചിരി കൂടുതലല്ലേ? ഇതിനിടയിൽ കോമഡി ആണെന്ന് തോന്നുന്ന പോലത്തെ എന്തോ ഒരു സാധനത്തിന് വേണ്ടി ശബ്ദം കൊണ്ട് അതിമനോഹരമായി ജീത്തു സാർ ഇതിലൊരു ക്യാമിയോ അടിച്ചിട്ടുണ്ട്. അതുപോലെ ആ വെന്റിലേറ്ററിലെ ചുവന്ന പെയിന്റ് മാറ്റി ഇളം ബ്ലൂ അടിച്ചു. സാർ നമ്പർ മാറിയെന്ന് തോന്നുന്നു. അപ്പൊ ആർട്ട് ഡയറക്ടർ പ്രിയേഷ് ചാവക്കാടല്ലേ? എന്റെ മാമ ഇയാന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അവരവസാനമായിട്ട് ഒരുമിച്ചിരുന്ന് കണ്ട പടമാണ് മിന്നൽ മുരളി. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? പിന്നെ സിനിമയിൽ ഇപ്പോ ഞങ്ങൾക്ക് മാമനെ മാത്രമേ അറിയൂ. അങ്ങനെ ഒടുവിൽ ആരും വീണു പോകുന്ന ആ സെന്റ് ഡയലോഗിൽ മാമനും വീഴും. ഈ പടം പിടിക്കാൻ ഒരു പ്രൊഡ്യൂസർ വേണമല്ലോ. അതിനായി ഒരു വിഷ്ണു എടുത്താൽ ഒരു ലാലു ഫ്രീ എന്നും പറയും പോലെ ആ നാട്ടിലെ വെള്ളപ്പുള്ളിയെ ലാലു വട്ടനെ കാണാൻ അവരെ പുള്ളി പൂത്ത പണക്കാർ. ഞാൻ സാധാരണ കുങ്കുമപ്പൂ പാലിൽ മിക്സ് ചെയ്താ കഴിക്കുന്നേ. ഇതും അങ്ങനെ ആയിക്കോട്ടെ. ടിമുലസ് 2000 പൾസർ 750. സാറിന് ശരിക്കും എത്ര വയസ്സായി? ഇതിന്റെ പേയ്മെന്റ് 7000 തനിക്ക് കിട്ടിയില്ലേ? അതെന്താ അമൃതാഞ്ജന? അല്ല 7000 രൂപയ്ക്ക് മുകളിലുള്ള അമൃതാഞ്ജനൊക്കെ അതേത് ബ്രാൻഡ്? എന്തായാലും ടൈഗർ അല്ല. പൊള്ളിയാണെങ്കിൽ ആകെ ഫോറിൻ മെയ്ഡ് സാധനങ്ങൾ മാത്രമേ യൂസ് ആക്കൂ. കഴിപ്പിക്കാനും കുളിപ്പിക്കാനും വരെ സായിപ്പ്. അങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാൻ ചെയ്ത വിഷ്ണു അനന്തരവനെ മേമൻ ലാലു ആട്ടിവിടും. അതിന്റെ ദേഷ്യത്തിൽ വിഷ്ണു നേരെ ചെന്ന് ചെറുക്കിന് 2 വരം അങ്ങ് കൊടുക്കും. നിന്റെ അച്ഛൻ മരിച്ചാൽ എനിക്കും വിഷമമുണ്ട്. എന്നിട്ട് ചത്തവരെ തിരിച്ചുകൊണ്ടുള്ള മാജിക് ഒന്നും എനിക്കറിയില്ല.
ബട്ട് അതോടെ അവന്റെ അമ്മ തന്നെ ഇന്നത്തെ ആക്സിഡന്റിൽ അരക്ക് കീഴ്പോട്ട് ഇററായ അവന്റെ അമ്മ തന്നെ ഒരു പൊതി ബ്രെഡ് ബ്രെഡ് ആണെന്ന് തോന്നുന്നു മാം. അങ്ങനെ കിട്ടിയ പൈസ കൊണ്ടുപോയി കാരണവന്മാരുടെ കാലത്തുണ്ടാക്കിയ ആഭരണ പെട്ടിയാ. അന്നത്തെ കാലത്തൊക്കെ ഇതിൽ നിറച്ചു പൊന്നും പണമായിരുന്നു. അയ്യോ വേണമെങ്കിൽ അതിനകത്ത് VFX പാറ്റകളെ പറ്റി പറഞ്ഞപ്പോഴാണ് അങ്ങനെ അവരുടെ പടം ചാലുവാകുന്നു. ഒരു VFX ഇട്ട് സെറ്റിൽ അനങ്ങനെ കസേരയിലിരുന്ന് ക്യാമറാമാന്റെ വരവാണ്. ആത്മഹത്യ എന്ന് വിചാരിച്ചതാ. അതിന് കയറ് വരെ സെറ്റാക്കി വെച്ചായിരുന്നു. പിന്നെ 30 വയസ്സായപ്പോ അച്ഛന് ബാങ്കിലെ കടം ജപ്തി നോട്ടീസ് ഒക്കെ വന്നപ്പോ അച്ഛൻ ആ കയറങ്ങെടുത്ത് പ്രയോഗിച്ചു. എടാ ഈ ഒരു ഡാർക്ക് കോമഡി അല്ലേ ആ കണ്ടത്തിൽ കൂടെ പോയത്. അങ്ങനെ അവർ പടം തുടങ്ങുകയാണ് ഗൈസ്. പിള്ളേരായി, ക്യാമറയായി, എഡിറ്റിംഗ് ആയി, ലൈറ്റ്, ഒടുവിൽ വേണ്ടത് ലൊക്കേഷനാണ്. അങ്ങനെ ലൊക്കേഷൻ തേടി അവർ ഒരു ചെറിയ കെട്ടിടത്തിലെത്തും. അവിടെ വെച്ച് ബട്ട് നിങ്ങൾ നോക്കണേ, കൊണച്ചെടുത്ത് പണം എടുക്കാൻ വേണ്ടി പെട്ടി നോക്കുമ്പോ അവിടെ വെച്ച് പെട്ടി വാനിഷ്. നോക്കിയപ്പോ അത് ചേച്ചി പൂജിക്കാൻ കൊണ്ടുപോയി. അതിലിരുന്ന പൈസ തലയണയുടെ അടിയിൽ ചുപ്പാതിയാഹേന്ന്. പണം പോയി ഈ ട്രീ മൊണ്ണ അതും തെരഞ്ഞ് നടക്കും, കഥ ആകെ മാറും എന്നൊക്കെ ചിന്തിച്ച പ്രേക്ഷകരെ നൈസായിട്ട് നോക്കി അങ്ങ് വിടും. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ടി ആത്മഹത്യ ചെയ്യാൻ മോനെ. ഇനി പുതിയൊരു കഥാപാത്രം ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള പാഷാണം ഷാജി. ഇതോ അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ സൂപ്പർ ഹീറോ ആണല്ലോ. ഏത് വിനയൻ സിനിമയുടെ ഇൻസ്പിറേഷൻ കോസ്റ്റ്യൂം ഇടേ? ഇത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമാ ലൈഫ് ജാക്കറ്റാ? വെള്ളത്തിൽ വീണ പൊങ്ങി കിടക്കുമല്ല. പിന്നെ ഇത് കൊച്ചു പിള്ളേർക്ക് രസിക്കാൻ എടുത്ത പടമല്ലേ, ഇങ്ങനെയൊക്കെ മതി. അങ്ങനെ പല മെയിൽ ഗിബ്സൺ ടെക്നിക്സ് ഉപയോഗിച്ച് പടം തുടങ്ങുന്നു. അതിന്റെ ഇടയിൽ ഒരു കേരട്ട കിളവൻ നായകന്റെ പടം മുടക്കാൻ ശ്രമിക്കുന്നു. അത് അവരെങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യുമെങ്കിലും സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ മെയിൻ വില്ലന്റെ കൈ ഒരു അപകട സംഭവം ഹോക്കർ റൂട്ട് ആകുകയാണ്. ഇതെറിഞ്ഞ അവന്റെ തന്ത ഏതോ മറാഠി മാർവാടി മലയാളി വിഷ്ണുവിനോട് മോദി ഭാഷ പറയും. മീൻ വയൽ പെട്ടെന്ന് പണക്കാരനായ അമ്മാമൻ ലാലുവിന് ഒരു മരുമോൻ സ്നേഹം സ്നേഹം കാണിച്ച് ചെന്നപ്പോഴേ എനിക്ക് തോന്നി മിനിമം അയാൾ ഒരു കിഡ്നി എങ്കിലും ചോദിക്കുമെന്ന്. ഉള്ള ഉത്തേജക മരുന്ന് മുഴുവനും അടിച്ചിട്ട് അയാളുടെ കിഡ്നി രണ്ടും ടെററിസ്റ്റ് ആയെന്ന്. അത് തന്നെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കാൻ, രണ്ടും ഫെയിലായി. ഇതിനിടയിൽ കടവും കടത്തിന് മേൽ കടവും കൈയൊടിഞ്ഞ വില്ലന്റെ അഭാവവും കൂടി ആയപ്പോ കിഡ്നിക്ക് വേണ്ടി പണം വാഗ്ദാനം ചെയ്ത ലാലുവിന് വേണ്ടി ആ അത്യാഗ്രഹം സഹിച്ച് വിഷ്ണുവിന്റെ വൃക്ക അഥവാ ടെസ്റ്റിക്കിൾ 1 കോടി രൂപയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കും. ബട്ട് അതിനു മുൻപ് സിനിമയിലെ അവസാന ഭാഗം ഷൂട്ട് ചെയ്യവേ ഒരു ചിന്ന അപകടം. മാറ്റിവെച്ച മരുന്ന് കുപ്പി പോലെ ഡ്യൂപ്ലി ബോംബാണെന്ന് കരുതി ഒറിജിനൽ ബോംബ് മാറിയെടുത്ത് എറിഞ്ഞ് അവിടെ ഒരു ബ്ലാസ്റ്റ് സംഭവമാകുകയാ. അല്ല, ഇതൊക്കെ സിനിമയിൽ നടക്കാം. എന്തൊക്കെയാണ് സിനിമയിൽ സംഭവിച്ചേക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫേക്ക് കണ്ണിന് പകരം ഒരു റിയൽ ഗണ്ണ് വെച്ച് മാറി ഷൂട്ട് ചെയ്താണ് അത്ര ബ്രൂസിൽ വരെ മരിച്ചത്. അല്ല, അങ്ങനെ ഒരു കടങ്കഥ വരെ ഉണ്ട്, പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഈ അപകടം കാരണം അച്ഛനും മോളും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കും. അവിടെ ഷൂട്ടിങ്ങും പാടില്ല, നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും കൂടി കൊടുക്കാനങ്ങ് പറയും. എന്നിരുന്നാലും തന്റെ കോഴി ആക്ട് മറക്കാത്ത വിഷ്ണു അവിടെ ഒരു മോണോ ആക്ട് അങ്ങ് ഇടും. എന്നിട്ട് മറ്റേ ലടുക്കിയുമായിട്ട് പ്രണയത്തിലാണെന്നൊരു കാച്ചങ്ങ് വിടും. പക്ഷെ സത്യം നിരൂപിച്ചറിഞ്ഞ അവൾ എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കിയും പോരാ, ഇനി തനിക്ക് എന്നെ കെട്ടും വേണം. ഇതിനുശേഷം ഇനിയിപ്പോ രക്ഷയില്ല, ആകെ മൊത്തത്തിൽ സീനായെന്ന് കരുതി 1 CR വാങ്ങിച്ച് തന്റെ ഒരു കിഡ്നി പ്രദാനം ചെയ്യുവാനായി അമ്മാവന്റെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആവുകയാണ്. പക്ഷെ ആയുസ് നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കില്ലല്ലോ. ഓപ്പറേഷന് മുന്നാടി ലാലും അയ്യോ, ഇതിപ്പോ ലോട്ടറി അടിച്ചല്ല. ഇത് മറ്റേ കൊച്ചിൻ ഹനീഫേട്ടൻ പറയും പോലെ പിന്നെ മറ്റേ പോലീസ് സ്റ്റേഷനിലെ അപകടത്തിന്റെ 10 ലക്ഷം ഇല്ലേ, ആ സ്ഫോടനം ഉണ്ടാക്കിയത് കള്ളം കാണിച്ച കള്ള കിളവനാണത്രേ. അയാൾ അതിന്റെ പുറകിൽ എവിടെയോ വെടിമരുന്ന് നിറച്ചു വെച്ചേക്കുവാണ്. ചെറിയൊരു തീ വീണപ്പം അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ചാണെന്ന് അവിടെ അപകടം ഉണ്ടായത്. ഇയാളെന്തോ നെക്സലേറ്റ് നാർക്കോട്ടിക്സ് എന്തോ കൊണ്ടാണ് കേട്ടാ. എന്തിനാണ് അമ്മാവ നിങ്ങൾ ഇതൊക്കെ ചെയ്തത്? ഈ പടത്തിൽ ഒരു ബന്ധമില്ലാതെ എന്തൊക്കെയാണ് നടക്കണം. അങ്ങനെ അവർ പിടിച്ച പടം തിയേറ്ററിൽ എത്തുകയാണ്. അച്ഛൻ പാസം അമ്മ കരച്ചില്, പടം സൂപ്പർ ഹിറ്റ്. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനത്തെ സിനിമകളൊക്കെ എടുക്കാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ എത്രയോ നല്ല പയ്യന്മാരെ, നല്ല ഏഡീസ്, അവരൊക്കെ കഥകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പുറത്ത് നടക്കുന്നുണ്ടായിരിക്കും. അവർക്കൊക്കെ ആരെങ്കിലും ഒരു അവസരം കൊടുത്തിരുന്നെങ്കിൽ മേ ബി അവരൊക്കെ എത്രയോ വലിയ കിടിലൻ ഡയറക്ടേഴ്സ്, നല്ല നല്ല സിനിമകൾ നമുക്ക് എത്തും. എന്തായാലും സ്ഥിരം ബോംബുമായിട്ട് വരുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണന് നല്ലൊരു കാലം വരുമെന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സൂപ്പർ ഹീറോ സിനിമ നമ്മൾക്ക് കാണിച്ചിരാന്ന് പറഞ്ഞ് റിവോൾവർ റിങ്കു എന്ന പേര് വിട്ട് പ്രേക്ഷകരെ തിയേറ്റർ കയറ്റി പറ്റിച്ച റിവോൾവർ റിങ്കുവിന്റെ ടീമിനിരിക്കട്ടെ ഇന്നത്തെ എന്റെ പൂച്ചണ്ട്. അപ്പൊ ശരി,
ശരി ഗൈസ്, എല്ലാം പറഞ്ഞ പോലെ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അപ്പോൾ അറിയാലോ നമ്മൾ ഇനിയും കാണും. Thanks. Love you.